من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم إياي تقوى الله. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ കടന്നു വരുന്ന ഒന്നാണ്. ഒരു വിശ്വാസി അത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്തും മനസ്സുറപ്പോടുകൂടി നിൽക്കുവാൻ കഴിവുള്ള ആളായിരിക്കണം. അവൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും നിരാശ കടന്നു വരുവാൻ പാടുള്ളതല്ല. കാരണം പ്രതിസന്ധികൾക്ക് ശേഷം ഒരാശ്വാസമുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വാഗ്ദാനമാണ് അത്. എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒപ്പം ഒരു ആശ്വാസം അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും? നമുക്ക് നൽകുമെന്നുള്ളതാണ്. ജീവിതത്തിൽ എത്ര വലിയ പാപങ്ങൾ സംഭവിച്ചാലും എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകരുത് എന്നുള്ളതാണ് റബ്ബ് സുബ്ഹാനഹു തആല നമ്മളോട് കൽപ്പിക്കപ്പെടുന്നത്.
റബ്ബ് സുബ്ഹാനഹു തആല സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണുവാൻ സാധിക്കും. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നബിയോട് പറയാണ്, കുൽ, നബിയെ പറയ്, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. തങ്ങളുടെ ആത്മാവുകളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ അഥവാ പാപങ്ങളൊക്കെ ചെയ്തു പോയ എൻ്റെ ദാസന്മാരെ, എൻ്റെ അടിയാറുകളെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ എന്ത് ചെയ്യരുത്? നിരാശപ്പെടരുത്. നിരാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. ഇബാദിങ്ങളോട്, അള്ളാഹിൻ്റെ അടിയാറുകളോട് അള്ളാഹു കൽപ്പിക്കുന്ന കാര്യമാണത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എന്നിട്ട് അള്ളാഹ് പറയുന്ന ഒരു സന്തോഷ വാർത്തയാണ്. എന്താണ്? തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു തരും? പുറത്തു തരും. നമ്മുടെ നാഥൻ നമുക്ക് നമ്മുടെ പാപങ്ങൾ, ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളൊക്കെ എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും റബ്ബ് എന്ത് ചെയ്യും? പുറത്തു തരുമെന്നാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എന്നിട്ട് അള്ളാഹു അവൻ്റെ വിശേഷണം പറഞ്ഞു തരണം നമുക്ക്. എന്താണ്? തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായിട്ടുള്ള നാഥനാണ്. നിങ്ങളോട് കാരുണ്യമുള്ളവനാണ്, ഇഷ്ടമായി പുറത്തു തരാൻ കഴിവുള്ളവനായിട്ടുള്ളവനാണ്. എല്ലാ പാപങ്ങളും പുറത്തു തരാൻ അവൻ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ പാപങ്ങളൊക്കെ വന്നു പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നമ്മളോട് പറയണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹവും നമ്മളോട് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെയാ പറയുന്നത്? ഖാലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു, റബ്ബ് പറഞ്ഞിരിക്കുന്നു. റബ്ബിന്റെ വാചകം ഖുദ്സിയായ ഹദീസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? യാ ഇബ്നു ആദം, ഓ ആദമിന്റെ മകനേ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർത ലക അലാ മാ കാന ഫീക വലാ ഉബാലി. നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം നിന്നിൽ നിന്ന് എന്തുണ്ടായിരുന്നാലും, എന്ത് പാപങ്ങളുണ്ടായിരുന്നാലും ഞാൻ നിനക്ക് പുറത്തു തരുന്നതാണ്. ഞാൻ എന്ത് ചെയ്യും? നിനക്ക് പുറത്തു തരുന്നതാണ്. ഞാനത് കാര്യമാക്കുകയേയില്ല. വലാ ഉബാലി എന്നാ പറഞ്ഞു. ഞാനതെന്ത് ചെയ്യില്ല, അത് കാര്യമാക്കൊന്നുമില്ല. നിനക്കെന്ത് ചെയ്യും? ഞാനത് പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്ത് ചെയ്യുന്ന അള്ളാഹ് പറയുന്നത് പോലെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ അളവറ്റ കാരുണ്യത്തെയും പാപമോചനത്തെയും കുറിച്ച് അടിമകൾക്ക് പ്രത്യാശ നൽകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനമാണത്. ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് മുൻകാല പാപങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട സ്വഹാബി വര്യനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു ഉപദേശമുണ്ട്. എന്താണ്? അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു. തീർച്ചയായും ഇസ്ലാം ആശ്ലേഷണം എന്നത് ഒരാളുടെ മുൻകാല പാപങ്ങളെയെല്ലാം തകർത്തു കളയുമെന്ന് നിനക്കറിയില്ലേ എന്നുള്ള ചോദ്യമാണ് റസൂലുള്ള ചോദിക്കുന്നത്. ആരാണ്? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു സ്വഹാബി വര്യനാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. പ്രവാചകന്റെ കൈ പിടിച്ചിങ്ങനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈയിലേക്ക് കൈ ഇങ്ങനെ വെച്ചിക്കണ്. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹത്തെ കൈ കണ്ട് പിൻവലിക്കുകയാണ്. പിൻവലിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ആ കൈ പിൻവലിക്കാൻ എന്താണ് കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്തേ നീ കൈ പിൻവലിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എനിക്കൊരു നിബന്ധന വെക്കാനുണ്ട് റസൂലേ എന്ന് പറഞ്ഞു. എന്താണ് ആ നിബന്ധന? എൻ്റെ മുൻകാല പാപങ്ങൾ അള്ളാഹു പുറത്തു തരേണ്ടതുണ്ട്. എൻ്റെ മുൻകാല പാപങ്ങൾ
അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരേണ്ടതുണ്ട് റസൂലേ. ആ ഒരു നിബന്ധനയാണ് എൻ്റെ അടുക്കൽ നിന്നുള്ളത് എന്ന്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത്, അമ്രേ, തീർച്ചയായും ഇസ്ലാം ആശ്ലേഷണം എന്നത് ഒരാളുടെ മുൻകാല പാപങ്ങളെയെല്ലാം തകർത്ത് കളയുമെന്ന് നിനക്കറിയില്ല അമ്രേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾ എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായാലും അയാൾ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അവൻ്റെ മുൻകാല പാപങ്ങളെല്ലാം മായ്ക്കപ്പെടുമെന്ന വലിയ കാരുണ്യത്തിൻ്റെ സന്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്ർ മുഖാന്തരം നമുക്ക് ചെയ്യുന്നത്, എല്ലാവർക്കും പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹുവിൻ്റെയും വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ്? അജിബ്ത ലിമൻ യഹ്ലികു വൻ നജാത മഅഹു ഖീല. രക്ഷപ്പെടാനുള്ള വഴി തൻ്റെ കൂടെയുണ്ടായിട്ടും നാശത്തിലേക്ക് പോകുന്നവനെ ഓർത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയണം. ആ സമയത്ത് അലി റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, വമാ ഹിയ, അതെന്താണ്? ഖാല ഇസ്തിഗ്ഫാർ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്തിഗ്ഫാറാണ്, പാപമോചനം തേടലാണ്. എന്താ പറഞ്ഞത്? എന്തിനാ അദ്ദേഹം ഇത് അത്ഭുതപ്പെട്ടത്? എന്താ? നാശത്തിലേക്ക് പോകുന്നതിന് ഓർത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്നാ പറഞ്ഞത്. എന്ന് രക്ഷപ്പെടാനുള്ള വഴി അവൻ്റെ കൂടെയുണ്ട്, രക്ഷ നൽകുവാനുള്ള വഴി അവൻ്റെ കൂടെ ഉണ്ട്. എന്താണത്? ഇസ്തിഗ്ഫാർ ഉണ്ട്. അവൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിയാൽ മതി. അങ്ങനെയാകുമ്പോൾ അവനക്ക് അവിടെ രക്ഷയുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും അതിനെ തിരസ്കരിച്ച് നടക്കുന്നതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ അത്ഭുതം കൂറുന്നത്. അപ്പം മനുഷ്യന് എത്ര വലിയ തെറ്റുകൾ സംഭവിച്ചാലും നിരാശനാകാതെ അള്ളാഹുവിലേക്ക് മടങ്ങാനും പാപമോചനം തേടാനുള്ള അവസരം ജീവിതത്തിൽ ഉടനീളം കാലം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ആ വലിയ കാരുണ്യം ഉപയോഗപ്പെടുത്താതെ സ്വന്തം ജീവിതം നശിപ്പിച്ചു കളയുന്നവന്റെ അവസ്ഥയാണ് അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത് ഇസ്തിഗ്ഫാർ ഇല്ലാതെ നടക്കുന്നതിനെ കുറിച്ച്. അതുപോലെ തന്നെ പ്രശസ്ത താബിഈ വര്യനായ സുഫ്യാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് മനുഷ്യന്റെ അഹങ്കാരത്തെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ആഖിബത്തിനെ ഭയന്ന് നീ പശ്ചാത്തപിക്കുന്ന ഒരു പാപം നിനക്ക് അഹങ്കാരവും സ്വയംഭ്രമവും ഉണ്ടാക്കുന്ന ഒരു നന്മയേക്കാൾ നിനക്ക് ഉത്തമമാണ്. എന്താണ് പറഞ്ഞത്? ഒരു നന്മ ചെയ്തിട്ട് അതിൽ അഹങ്കരിക്കുകയും മറ്റുള്ളവരെക്കാൾ താൻ വലിയവനാണെന്ന് സ്വയം വിചാരിക്കുകയും ചെയ്യുന്നത് ആ നന്മയുടെ പ്രതിഫലം തന്നെ ഇല്ലാതാക്കി കളയുന്ന. എന്നാലോ ഒരു തെറ്റ് സംഭവിച്ചതിൻ്റെ പേരിൽ മനസ്സ് തകർന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്ന് വിനയത്തോടെയും കണ്ണീരോടെയും അവനിലേക്ക് മടങ്ങുന്നത് മനുഷ്യനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുമെന്ന് അദ്ദേഹം എന്ത് ചെയ്യണം? ആ ഒരു സാഹിത്യ വചനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിലെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നിരാശരാകാതെ ഉടനടി നന്മയിലേക്ക് തിരിയാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണമെന്നർത്ഥം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരം നമുക്ക് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹിന്റെ റസൂല് നമ്മളോട് പറഞ്ഞുവല്ലോ, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ നീ സൂക്ഷിക്കണം. വഅത്ബിഇ സയ്യിഅത്തുൽ ഹസന തംഉഹാ വഖാലിഖിൻ നാസ ബിഖുൽഖിൻ ഹസൻ. ഒരു തിന്മ ചെയ്തു പോയാൽ അതിന് തൊട്ടു പിന്നാലെ ഒരു നന്മ നീ ചെയ്യണം. റസൂൽ പറയണം, എവിടെ ആയിരുന്നാലും അള്ളാഹുവിനെ എന്ത് ചെയ്യണം? നീ സൂക്ഷിക്കണം. എന്നിട്ടോ ഇനി ഒരു തിന്മ നിന്റെ അടുക്കൽ വന്നു പോയോ, അപ്പൊ നീ എന്തിനോ അതിനെ തുടർന്നൊരു നന്മ നീ ചെയ്യുവാൻ മുതിരണം. അതാ തിന്മയെ മായ്ച്ചു കളയുന്നതാണ്. ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ വർത്തിക്കുകയും ചെയ്യണം. അപ്പൊ ഞാനൊരു തിന്മ ചെയ്തു എന്ന് കരുതിയിട്ട് ഇനി ആ തിന്മ ആയതുകൊണ്ട് ഞാൻ ഇനി ഒന്നും നന്നാവൂല എന്നുള്ള തീരുമാനം നമ്മളെടുത്ത് എന്ത് ചെയ്യില്ല, പാടില്ല എന്നർത്ഥം. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ തുടർന്ന് വേഗം നന്മകൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണമെന്നർത്ഥം. മനുഷ്യന് തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് എന്താണ്? സ്വാഭാവികമാണ്. ഇവിടെ ഈ കൂട്ടരിൽ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റ് പറ്റില്ല, തെറ്റ് ഇന്നേ വരെ പറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കും പറ്റൂല.
ജീവിതത്തിൽ തെറ്റുപറ്റാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. മഅസൂമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്ത ആളുകൾക്കെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ജീവിതത്തിലുടനീളം പല രൂപത്തിലുള്ള തെറ്റുകളും വരും. കുടുംബപരമായിട്ടുള്ള തെറ്റുകൾ വരും, കൂട്ടുകാരുമായിട്ടുള്ള തെറ്റുകൾ വരും, നാട്ടുകാരുമായിട്ടുള്ള തെറ്റുകൾ വരും. ഇങ്ങനെ പല രൂപത്തിലും തെറ്റുകൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യും? കടന്നു വരുമെന്നുള്ളതാണ്. എന്നാൽ തെറ്റ് ചെയ്ത ഉടൻ തന്നെ ഒരു നന്മ ചെയ്യുവാൻ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാവണം. അഥവാ ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്യണം. ആദ്യം തന്നെ അത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഇസ്തിഗ്ഫാർ നടത്തുക. അസ്തഗ്ഫിറുല്ലാഹ്, നാഥാ എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. സ്വതക്ക ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമസ്കാരം പോലുള്ള സുന്നത്ത് നമസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ച് അതിൽ നിന്ന് പാപമുക്തി നേടുവാൻ വേണ്ടി നാം മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. ആ നന്മയിലൂടെ തിന്മയുടെ കറകൾ കഴുകിക്കളയാൻ അള്ളാഹു വിശ്വാസികൾക്ക് അവസരം തരുന്നുണ്ട് എന്നുള്ളതാണ്. തിന്മയുടെ കറകൾ കറഞ്ഞു നിൽക്കുവാൻ അതിനുള്ളൊരു അവസരം നമുക്ക് എന്ത് ചെയ്യുന്നു? കഴുകിക്കളയുവാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ഹൂദിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് തീർച്ചയായും നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണെന്ന്. നന്മകള് തിന്മകളെ മായ്ച്ചു കളയും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിന്മകളെ മായ്ച്ചു കളയുവാൻ അതിന് സാധിക്കുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ പകൽ സമയങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകളിൽ നിന്ന് രാത്രിയിൽ പശ്ചാത്തപിച്ചു മടങ്ങുവാൻ വിശ്വാസികളായ നമുക്ക് എന്ത് ചെയ്യണമെന്ന് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചില്ലേ? ഇന്നല്ലാഹ അസ്സ വജൽ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മസീഹുൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മസീഉൽ ലൈൽ ഹത്താ തത്ലുഅ അശംസ മിൻ മഗ്രിബിഹാ. തീർച്ചയായും പ്രതാപിയും മഹത്വമുള്ളവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പകൽ സമയത്ത് തെറ്റ് ചെയ്തവൻ പശ്ചാത്തപിക്കുന്നതിനായി രാത്രിയിൽ തൻ്റെ കൈ നീട്ടിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ തൃക്കരങ്ങൾ എഴുതിയിട്ടുണ്ട്, രാത്രിയിൽ നീട്ടിവെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടി? പകലിൽ തെറ്റുകളിൽ മുഴുകിയ വ്യക്തികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിവെച്ചിട്ടുണ്ട്. ഇനിയോ രാത്രിയിൽ തെറ്റ് ചെയ്തവനാരോ അവനുണ്ട് പശ്ചാത്തപിക്കുന്നതിനായിട്ട് അവൻ പകലും തൻ്റെ കൈ നീട്ടിവെച്ചിരിക്കുന്നു. ഇനി രാത്രി എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിരിക്കണമെങ്കിൽ പകലിലും അള്ളാഹു നീട്ടിവെച്ചിട്ടുണ്ട് അവൻ്റെ തൃക്കരങ്ങൾ. എന്തിന്? നമുക്ക് പാപമോചനം നൽകുവാൻ വേണ്ടി. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ ഇത് തുടരുന്നതാണ്. അഥവാ അന്ത്യനാള് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അതിങ്ങനെ തുടർത്തിക്കൊണ്ടിരിക്കുന്നതാണെന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിലെ പകൽ സമയങ്ങളിൽ നമ്മിൽ നിന്ന് അറിയാതെ പറ്റിപ്പോകുന്ന ചെറിയ തെറ്റുകൾ പോലും രാത്രിയുടെ നിശബ്ദതയിൽ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ അള്ളാഹു മാപ്പ് തരുമെന്ന പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. കഠിനമായ പരീക്ഷണങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ കൈവിടാതിരുന്ന പ്രവാചകൻ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വിശ്വാസികൾക്ക് എക്കാലത്തും വലിയൊരു മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. തൻ്റെ മകനായ യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടെത്താനായിട്ട് മറ്റു മക്കളെ ഈജിപ്തിലേക്ക് അയക്കുന്ന സമയത്ത് പ്രത്യാശയോടെ യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്ന ഖുർആനിലെ മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്. യാ ബനിയ ദഹബൂ ഫതഹസ്സസൂ മിൻ യൂസഫ വഅഖീഹി വലാ യയഅസു മിൻ റൂഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. എൻ്റെ മക്കളെ നിങ്ങൾ പോയി യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. യൂസുഫിനെ കുറിച്ചിട്ട് നിങ്ങൾ സഹോദരൻ ബിന്യാമിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിരാശപ്പെടരുത് എന്നാണ്. അള്ളാഹിൻ്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും സത്യനിഷേധികളായ ജനങ്ങളല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടില്ല എന്നാണ്. അള്ളാഹിൻ്റെ കാരുണ്യം ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ എന്ത് ചെയ്യണം? നമുക്ക് ഉണ്ടാവണമെന്നർത്ഥം. വർഷങ്ങളുടെ ക്ഷമയാണ് അദ്ദേഹം ചെയ്യുന്നത് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. മകൻ നഷ്ടപ്പെട്ട് പതിറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞിട്ടും ദുഃഖം കാരണം കാഴ്ച ശക്തി വരെ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ സങ്കടവും ഹൃദയവും ഞാൻ അള്ളാഹുവിലേക്ക് മാത്രമാണ് ബോധിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
എൻ്റെ സങ്കടമൊക്കെ ഞാൻ ആരിലേക്കാണ്? എൻ്റെ റബ്ബിലേക്കാണ് ബോധിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അള്ളാഹുവിലുള്ള ആ അചഞ്ചലമായ പ്രതീക്ഷയുടെ ഫലമായിട്ട് കാഴ്ച ശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. മാത്രമല്ല, പ്രിയപ്പെട്ട മകൻ യൂസുഫ് അലൈഹിസ്സലാമിനെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി അദ്ദേഹം വീണ്ടെടുക്കുന്ന ചരിത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വിവരിക്കുന്ന സൂറത്തുൽ യൂസുഫിലെ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ പ്രശസ്ത മുഫസ്സിർ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തിയ ഒരു മനോഹരമായിട്ടുള്ള വചനമുണ്ട്. എന്താ? വലാ തഖ്തഊ റജാഅകും മിൻ റൗഹില്ലാഹി വൽ ഫറജ്. അള്ളാഹു നൽകുന്ന ആശ്വാസത്തിലും വഴിത്തിരിവിലും ഉള്ള നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും മുറിച്ച് കളയരുത്. നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മുറിച്ച് കളയാൻ പാടില്ല. നിരാശപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മടങ്ങാൻ പാടില്ല. കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കാര്യങ്ങളൊക്കെ വിചാരിച്ചതുപോലെ നടക്കുന്നില്ലെന്ന് തോന്നുമ്പോഴും വിശ്വാസികൾക്കുണ്ടാവേണ്ട മനോഭാവം എന്താണെന്നാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. പ്രതിസന്ധികൾ എത്ര നീണ്ടുപോയാലും അള്ളാഹുവിന് കാര്യങ്ങൾ അനുകൂലമാക്കാൻ ഒരു നിമിഷം മാത്രം മതി. റബ്ബിനൊരു നിമിഷം മാത്രം മതി എന്നുള്ള കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇരുണ്ട രാത്രിക്ക് ശേഷം ഒരു പുലരി ഉണ്ടാകുന്നത് പോലെ ഓരോ പ്രയാസത്തിന് ശേഷവും അള്ളാഹു ഒരു എളുപ്പവും വലിയൊരു വഴിത്തിരിവും നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിലുള്ള പ്രതീക്ഷയാണ് ഒരു വിശ്വാസിയുടെ കരുത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിരാശരായി മാറുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പാടുള്ളതല്ല. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പാപങ്ങൾ കൊണ്ടല്ലേ നിരാശ നമുക്ക് വരാറുള്ളത്. ഞാൻ ഇത്രയൊക്കെ പാപിയായി പോയല്ലോ, അതുകൊണ്ട് ഇനി എങ്ങനെ എൻ്റെ റബ്ബിൻ്റെ മുന്നിലേക്ക് ഞാൻ എൻ്റെ കൈ നീട്ടുമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ എല്ലാവരെയും തളർത്താറുള്ളത്. റബ്ബിനോട് പറയാൻ പോകുമ്പോൾ നമുക്ക് തളർച്ചയായി നമ്മുടെ മുന്നിലോട്ട് കടന്നു വരുന്ന കാര്യം എന്താ? നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളാണ്. അതിങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരും. ഇനി ഞാൻ ചോദിച്ചാലൊക്കെ കിട്ടിപ്പോവോ എന്നുള്ളത്. അതിനെന്ത് ചെയ്യണം? ആദ്യം ആ പാപങ്ങൾക്കെല്ലാം റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം. എന്നിട്ട് റബ്ബിനോട് ആ കാര്യം അങ്ങ് പറയാ. നമുക്ക് എന്താണോ ബാധിക്കപ്പെട്ടത് അതങ്ങ് പറയാ. നമ്മളുടെ കൈകടത്തലുകൾ കൊണ്ടല്ലാതെ നമ്മളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നില്ല, പരീക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മളടുത്ത് ചെയ്ത തെറ്റുകൾ നാം എന്തൊക്കെ ചെയ്തു തീർത്തിട്ടുണ്ടോ അതെല്ലാം റബ്ബിൻ്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കാര്യങ്ങൾ റബ്ബിനോട് തുറന്ന് പറയാം. അള്ളാഹു കൈവിടുകയില്ല, നിരാശപ്പെടേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് എന്ത് തന്നെ തെറ്റായാലും എന്നാ പറഞ്ഞത്. അത് എന്ത് തന്നെ തെറ്റായാലും ജീവിതത്തിൽ ഇനിയിപ്പോൾ ഇന്നതാവുമ്പോൾ ഇന്നത് പ്രശ്നമുണ്ടോ എന്നുള്ള ആശങ്ക വേണ്ടാന്ന്. നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടാവില്ല ഇന്ന തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ. ആശങ്ക വേണ്ട. അത് എന്ത് തന്നെയായാലും എന്നാ പറഞ്ഞത്. എന്ത് തന്നെയായാലും. അപ്പം എന്ത് തന്നെയായാലും എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നവനാണ്. എല്ലാതും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ് എന്നുള്ള പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രതീക്ഷ നിലനിർത്തുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രതീക്ഷകൾ കൈവിടാത്ത പ്രവാചകന്മാരുടെയും നബിമാരുടെയൊക്കെ തലമുറയിലുള്ളവരാണ് നമ്മൾ. അവരിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട മുഅ്മിനീകളായ ജനങ്ങളാണ് നാം ഏവരും. അയ്യൂബ് നബി അലൈഹിസ്സലാം ഏകദേശം 18 വർഷത്തോളമാണ് കഠിനമായ രോഗത്തിൽ പരീക്ഷിക്കപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്ന ഭാര്യയൊക്കെ ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കൈവിട്ടുപോയി.
മക്കൾ മരിച്ചുപോയി. കുടുംബക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ഇത് കാരണം അവിടെ നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹത്തെ കൈവിട്ട് മാറിക്കളഞ്ഞു. സ്വത്തുക്കളും കൊട്ടാരങ്ങളും അടക്കമെല്ലാം. പക്ഷെ അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് ഒരൊറ്റ പരാതിയും പറഞ്ഞില്ല എന്നുള്ളതാണ്. ഇതൊക്കെ 18 വർഷവും അദ്ദേഹം അത് സഹിച്ചു പിടിച്ചു. എന്നിട്ട് അവസാനമായി റബ്ബിനോട് പറയുന്നു, അയ്യൂബ് ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയ ളുർറു വഅൻത അർഹമുർ റഹീമീൻ. ഒരൊറ്റ വാക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞത്. എന്താണ്? അതാ എനിക്ക് പ്രയാസം ഇതാ ബാധിച്ചിരിക്കുന്നു, നീ ഏറ്റവും കരുണാനിധിയാണല്ലോ റബ്ബേ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിച്ചു കൊടുക്കണം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റുക മാത്രമല്ല ചെയ്തത്, നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടിയായിട്ടുള്ള കാരുണ്യം എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വർഷിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊക്കെ തിരിച്ചു നൽകി. ഒരുപാട് മക്കളെ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നൽകി. കുതിരയും ഒട്ടകവും അടങ്ങുന്ന എല്ലാ സ്വത്തുക്കളും അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകി. അള്ളാഹുവിൻ്റെ സഹായം കുറച്ച് വൈകിയേക്കാം, പക്ഷേ അത് വരിക തന്നെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത്? അത് ലഭിക്കപ്പെട്ടത്. അപ്പം നമുക്ക് എന്ത് ഉണ്ടായിരിക്കണം? നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷ നമുക്ക് ഉണ്ടാകണം. നിരാശ നമ്മുടെ കൈവരാൻ പാടില്ല എന്നർത്ഥം. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്. അള്ളാഹു തൻ്റെ ദാസന് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊടുക്കുന്ന ആ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ അള്ളാഹുവോടുള്ള സ്നേഹത്താലും നന്ദിയാലും ആ ദാസന്റെ ഹൃദയം ഉരുകിപ്പോകുമായിരുന്നു എന്നാണ്. അപ്പം അത് എത്ര 18 വർഷം എന്തേ നീങ്ങി? അതിലുള്ള ഹിക്മത്ത് എന്താണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് എന്ത് ചെയ്യുക? അറിയുക. നമ്മൾ ചോദിച്ചൊരു കാര്യം നമുക്ക് നൽകപ്പെടുന്നില്ല എങ്കിൽ അതിലുള്ള ഹിക്മത്ത് എന്താണ് എന്നുള്ളത് നാഥനായ റബ്ബിനല്ലാതെ മറ്റാർക്കും അറിയാം. അതുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്? ദൈർഘ്യമായി പോകുന്നത്. അത് ആ അവസരത്തിൽ നമുക്ക് നല്ലതല്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകുന്ന പാഠം നമുക്ക്. അതേപോലെ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന പരീക്ഷണങ്ങളെയും വിപത്തുകളെയും നിങ്ങൾ വെറുക്കരുത് എന്നാണ്. നമുക്ക് കുറച്ചുണ്ട് പരീക്ഷണം വരുമ്പോഴത്തേന് എന്താ ഇത് മാറാത്തത്, എന്താ ഇത് നീങ്ങിപ്പോവാത്തത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് വരും. പിന്നെ വെറുത്ത് വാക്കുകൾ പറയും, എന്തൊരു കഷ്ടമാണത്, എന്താ അങ്ങനെ നീങ്ങും. അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ ഭാഗത്തുനിന്ന് വരരുത്. നിങ്ങൾ വെറുക്കുന്ന പല കാര്യങ്ങളുമായിരിക്കാം നിങ്ങളിലെ രക്ഷ ഒളിഞ്ഞു കിടക്കുന്നത് എന്നാണ്. പല സംഭവങ്ങളും നമ്മൾ കാണാറുണ്ട്, നമ്മൾ പല സംഭവങ്ങൾ അറിയാറുണ്ട് അല്ലേ? എത്ര പെട്ടെന്ന് രക്ഷപ്പെടുന്ന അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ? ചില സമയങ്ങൾ ഇന്ന ഭാഗത്തേക്ക് പോകാൻ നേരം വൈകിയിട്ടുണ്ടാവും. ആ നേരം വൈകൽ എന്തായിരിക്കും? വലിയൊരു ഗുണം നമുക്ക് ചിലപ്പോൾ തെളിയിച്ച് അവിടെ തന്നിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. ഇതുപോലെ തന്നെ പല കാര്യങ്ങളും അത് വരാനൊരു വലിയ അപകടങ്ങൾ, ആളുകൾ ട്രെയിനിൻ്റെ അപകടങ്ങൾ സംഭവിച്ച സമയത്ത്, അതേപോലെ തന്നെ ബസ്സുകൾ പിന്നെ ടിക്കറ്റ് എടുത്തിട്ടും കിട്ടാതെ ഇരുന്ന അവസരങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് നമുക്ക് കാണാം. എനിക്കതിൽ കയറാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു പോയി. എക്കത്തിനും കൂട്ടി ഇറങ്ങി, നേരത്തെ ഇറങ്ങി, പക്ഷേ അതിനെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അപ്പൊ പല കാര്യങ്ങളും എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന റഹ്മത്താണ്, കാരുണ്യമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. പല കാര്യങ്ങളും ചോദിച്ചാൽ കിട്ടാതാകുന്നതിനെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടരുത്. ഇനി എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലോ അവിടെയും നമ്മൾ ക്ഷമ കൈകൊള്ളേണ്ടതുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുവാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വണ്ടി പഞ്ചറായാൽ പോലും അത് പറയുന്ന, അല്ലാതെ മരിച്ചാൽ മാത്രം ചെല്ലാനുള്ളതല്ലത്. മരിച്ചു പോയ ആൾക്കാരെ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ മാത്രം ചെല്ലാൻ പാടുള്ളൊരു കാര്യമാണെന്ന് ചിലരുടെ ഒക്കെ വിചാരണ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത്. അത് വണ്ടി പഞ്ചറായി കഴിഞ്ഞാലും, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു പോയാലും, അല്ലെങ്കിൽ ജോലിയിൽ വല്ല തടസ്സങ്ങൾ വന്നാലൊക്കെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അങ്ങനെ തന്നെയാണ് ചൊല്ലേണ്ടത്. നമുക്ക് പ്രയാസം അനുഭവപ്പെടുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ചൊല്ലാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്.
മറ്റൊന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ധൃതി കൂട്ടരുത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ധൃതി കൂട്ടാതിരിക്കുന്നിടത്തോളം അള്ളാഹു പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യും? ഉത്തരം നൽകുമെന്നുള്ളതാണ്. ധൃതി കൂട്ടിയ അള്ളാഹ് പരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്നർത്ഥം. പ്രാർത്ഥനയ്ക്ക് ധൃതി എന്ത് ചെയ്യണ്ട? നിങ്ങൾ ഉത്തരം ലഭിക്കാൻ വേണ്ടി ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല എന്നുള്ള റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ടും ഉത്തരം കിട്ടിയില്ല എന്ന് പറയുന്നതാണ് ധൃതി കൂട്ടലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിച്ചിട്ടും എനിക്കെന്താ കിട്ടിയില്ല എന്ന് പറയാം, അത് പറയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ഈ ദുനിയാവിൽ നമുക്ക് ശാശ്വതമായിട്ട് ജീവിക്കാനുള്ളതൊന്നുമല്ല. മാതാപിതാക്കളുടെ നഷ്ടം നേരിട്ട ആളുകളുണ്ടാവും, ചെറുപ്പത്തിലേ നഷ്ടം നേരിട്ട ആളുകളുണ്ടാവും. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ട ഇതൊക്കെ നേരിട്ട ആളുകളുണ്ടാകും. ഇങ്ങനെ ഈ നേരിട്ട ആളുകളൊക്കെ പരലോകത്ത് വെച്ച് അള്ളാഹു തിരികെ നൽകുമെന്ന് വലിയ പ്രതീക്ഷ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നഷ്ടപ്പെട്ടതൊക്കെ അള്ളാഹു ഇവിടെ തിരിച്ചു തരും. നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ തിരിച്ചു നൽകുന്ന അവസ്ഥ നമുക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭൂതകാലത്തെ തിരുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ച് അറിയണം. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകാമായിരുന്നു എന്ന് വിലപിക്കുന്നത് പിശാചിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നതിന് സമാനമാണെന്ന്. പറ്റിപ്പോയി, എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയി, ഇങ്ങനെയായിരുന്നു നല്ലത് എന്ന് നമ്മൾ പറയരുത് എന്ന്. അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ, ഈ ഒരു സാധനം വരൂലായിരുന്നല്ലോ എന്ന് നമ്മളോട് പറയരുതെന്ന ഖദ്ദറല്ലാഹു മാ ശാഅ ഫഅൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അള്ളാഹു നിശ്ചയിച്ചു, അവൻ ഉദ്ദേശിച്ചത് എന്ത് ചെയ്തു? അവിടെ അവന് പ്രവർത്തിച്ചു. അത് അള്ളാഹ് ഉദ്ദേശിച്ച കാര്യമാണ്. ആ കാര്യം അവൻ എന്ത് ചെയ്തു? അവിടെ അത് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ പറയുവാൻ നമുക്ക് ശീലമുണ്ടാകണം. പെട്ടെന്നുള്ള വിപത്തുകളിലും മരണം പോലുള്ള സംഘടനകളിലും ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളോ പ്രിയപ്പെട്ടവരുടെ മരണങ്ങളോ നമ്മെ തളർത്തുമ്പോൾ ദുനിയാവിലെ സങ്കടങ്ങളിൽ മാത്രം ഉരുകിത്തീരാതെ പരലോകത്തെ ലക്ഷ്യമാക്കി നല്ല കർമ്മങ്ങളിലൂടെ ജീവിതം ക്രമീകരിക്കാൻ വിശ്വാസികളായ നാം എല്ലാവരും തയ്യാറാകണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുക. മനസ്സമാധാനം പരത്തുക എന്നുള്ളതാണ് ഒന്ന്. മനസ്സമാധാനം പരത്തുക അത് നമ്മൾ പരസ്പരം ചെയ്യേണ്ട കാര്യമാണ്. അസ്വസ്ഥതകളുടെയും ഉത്കണ്ഠകളുടെയും ഈ കാലഘട്ടത്തിൽ പരസ്പരം ആശ്വസിപ്പിക്കുക, പരസ്പരം ആശ്വസിപ്പിക്കുക. അള്ളാഹിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്ത് ചെയ്യുക? അവർക്ക് നൽകുക. പ്രയാസപ്പെട്ടിരിക്കുന്ന ആളെ പോയിട്ട് നമ്മൾ കാണുക, അവരോട് എന്ത് ചെയ്യുക? ആ കാര്യം റബ്ബിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്ത് ചെയ്യുക? കൊടുക്കുക. നമ്മളിന്ന് കേട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അവർക്ക് പറഞ്ഞു കൊടുക്കുക. റബ്ബിലുള്ള പ്രതീക്ഷ, നിരാശ നമ്മൾ ഒരിക്കലും പാടില്ല. എത്രയെത്ര പരീക്ഷണങ്ങളും കാര്യങ്ങളും കുറിച്ച് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യുക? ഉണർത്തി കൊടുക്കുക. എന്നിട്ട് പറയുക, വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു ഇതിനൊക്കെ ഈ പ്രയാസത്തിനുടനെയൊക്കെ അള്ളാഹു ഒരു എളുപ്പമുണ്ടാക്കി തരും. മരിച്ചു പോയവരാണെങ്കിൽ നാളെ പരലോകത്ത് അതിനുള്ള കാര്യങ്ങൾ അവൻ തിരിച്ചു തരും. ഇങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ എന്ത് ചെയ്യണം? സാധിക്കണം. അത് പരസ്പരം നിലനിർന്നു കഴിഞ്ഞാൽ നമുക്ക് റബ്ബിലുള്ള നിരാശ ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ അള്ളാഹുവില് ബരമേൽപ്പിക്കുവാനുള്ള ഉപദേശം നൽകണം. തവക്കുല് ചെയ്യാൻ, റബ്ബിൽ തവക്കുല് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? എന്നിട്ട് ബാക്കി അള്ളാഹുവിൽ എന്ത് ചെയ്യുക? ബരമേൽപ്പിക്കുക. പറ്റുന്നതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് റബ്ബേ നിന്നിലേക്ക് ഞാനത് റബ്ബേ ബരമേൽപ്പിച്ചിരിക്കുന്നു, നീ ആ കാര്യങ്ങളൊക്കെ ഇനി എളുപ്പമാക്കി തരണം. ഇങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള തേട്ടം നമുക്ക് എന്ത് ചെയ്യണം? വരേണ്ടതുണ്ട് എന്നർത്ഥം. അതേപോലെ തന്നെ റബ്ബിനെ കുറിച്ചുള്ള സൽവിചാരം നമുക്കുണ്ടാവുക എന്നുള്ളത്, അള്ളാഹു എനിക്ക് നല്ലതേ വരുത്തുക എന്നുള്ള ശുഭപ്രതീക്ഷ നമ്മൾ എന്ത് ചെയ്യുക? നിലനിർത്തുക. എൻ്റെ റബ്ബ് എനിക്ക് നല്ലതേ വരുത്തൂ എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഒന്നും കാണാതെ എൻ്റെ റബ്ബ് എന്ത് ചെയ്യില്ല? ഈ കാര്യത്തിൽ ഇങ്ങനെയുള്ളൊരു തീരുമാനമെടുക്കില്ല. എന്നെക്കാൾ അറിവുള്ളവൻ എൻ്റെ നാഥനാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് എൻ്റെ നാഥൻ എനിക്കിതിനൊരു എളുപ്പമായ മാർഗം എൻ്റെ റബ്ബ് എനിക്ക് കൊണ്ടു തന്ന് തരിക തന്നെ ചെയ്യും. റബ്ബെ അതല്ല എൻ്റെ കൈകളിൽ നിന്ന് പെട്ടുപോയ പാപങ്ങളാണെങ്കിൽ റബ്ബെ എനിക്കത് റബ്ബെ നീ പുറത്തു മാപ്പാക്കി തരണേ. അഥവാ എൻ്റെ കയ്യിൽ നിന്ന് എനിക്കറിവില്ലാത്ത കാര്യമാണ് നിന്നോട് ആവശ്യപ്പെട്ടത് എങ്കിൽ റബ്ബെ
അതിനെനിക്ക് മാപ്പ് നൽകുകയും ചെയ്യും. ഇങ്ങനെ റബ്ബിനോട് തുറന്ന് സംസാരിക്കാനും റബ്ബിലുള്ള പ്രതീക്ഷ നിലനിർത്തുവാനും നമുക്ക് സാധിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യും? റബ്ബിനെ കുറിച്ചൊരു നിരാശയും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യില്ല, വരികയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, വിചാരിച്ച കാര്യങ്ങളെല്ലാം അതിൻ്റേതായ സമയങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ജീവിതത്തിലെ പാപങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള നിരാശ ഒരിക്കലും മനസ്സിൽ ഉണ്ടാവരുതെന്നുള്ളതാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ നിങ്ങളെല്ലാവരെയും ഉണർത്താനുള്ളത്. സൽക്കർമ്മങ്ങളിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുവാൻ വേണ്ടി, നിരാശയില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.